ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിഷുവിന് ഇടാൻ പറ്റിയ സാരീസാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാരീസ് ആട്ടോ കാണിച്ചു തരുന്നത്. എല്ലാം തീച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഞാനിതിലൊരു 3 കേട്ടോ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റും മിന്ത്രയിൽ നിന്നാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. സോ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കസവ് സാരിയാണ്. മൊത്തം ഇങ്ങനെ സ്ട്രൈപ്സ് ആട്ടോ. മെറൂൺ കളർ സ്ട്രൈപ്സ് ആണ് വരുന്നത്. അറ്റത്താണെങ്കിൽ ഇങ്ങനെ ടാസൽസ് ഉണ്ട്. പിന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാം വിത്ത് ബ്ലൗസ് ആണ്. സൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത്. സെയിം ഡിസൈനിലാട്ടോ ബ്ലൗസ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു മെറൂൺ ബ്ലൗസ് ആണ്. അത് മധു ഫാഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ആ ഒരു ബ്രാൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് കളക്ഷൻസ് ഉണ്ട്. ഇത് വേറൊരു ബ്ലൗസ് ആണ്. പല പ്രിൻസിൽ അവൈലബിൾ ആണ്. ആൻഡ് കുറേ ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നെക്കിലും സ്ലീവ്സിൻ്റെ അറ്റത്തും പിന്നെ ബ്ലൗസിൻ്റെ ഏറ്റവും അടിയിലും പൈപ്പിംഗ് വരുന്നുണ്ട്. ഗോൾഡൻ കളർ പൈപ്പിംഗ്. ആൻഡ് ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ഇത് പാഡഡ് അല്ല, ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇതിന് ഫ്രണ്ടിലാട്ടോ ഹുക്ക്. പൈപ്പിംഗ് വരുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ വള്ളിയുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാം കേട്ടോ. ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അഴിച്ചിടാനുണ്ട് കേട്ടോ. പല സൈസുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ബ്ലൗസ് ആണെങ്കിൽ ഭയങ്കര ഹീറ്റ് കൊടുത്തിട്ട് അയൺ ചെയ്യല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ അയൺ ചെയ്യുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അടുത്തത് ഈ ഒരു ചെക്ക് ഡിസൈൻ വരുന്ന കസവ് സാരി കേട്ടോ. ഇതാണ് പല്ലു പാർട്ട്. ഇവിടെ അറ്റത്ത് വലിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. വിത്ത് ബ്ലൗസ് ആണ്. മൊത്തം ഈ ഒരു ചെക്ക് ഡിസൈനാണ്. ടിഷ്യൂ സാരി കേട്ടോ. പിന്നെ ഈ ഒരു സാരിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഈ ഒരു പീസിൻ്റെ മാത്രം ഡിഫക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ചില ഭാഗത്ത് ഇങ്ങനെ നൂലിങ്ങനെ ഭയങ്കര പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല. അത് ഈ ഒരു പീസിൻ്റെ മാത്രം ഡിഫക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു അറ്റത്താണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ബ്ലൗസും സെയിം ഡിസൈനാട്ടോ. അപ്പോൾ ഈ ഒരു സാരി ഞാൻ പർച്ചേസ് ചെയ്തത് 964 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സാരിയാണ്. അറ്റത്ത് വലിയൊരു പിങ്ക് ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ടാസൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ചെക്ക്ഡാ കേട്ടോ. കുറച്ച് വെറൈറ്റി ഡിസൈനാണിത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ചെക്സ് വരുന്നുണ്ട്. പിന്നെ നടുക്ക് ലൈൻസ് ആണ്. ആൻഡ് പിന്നെ താഴെ ചെക്സ് ആണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പിങ്ക് കളർ ബ്ലൗസ് സ്റ്റൈൽ ചെയ്യാവേ. ഇതാണ് ബ്ലൗസ് പീസ്. ഇവിടെ ലൈൻസ് ആണ് വരുന്നത്. ഇവിടെ പ്ലെയിൻ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ ലൈൻസ്. ബ്ലൗസ് പീസിൻ്റെ ബോർഡറിൽ ലൈൻസ് വരുന്നില്ല കേട്ടോ. ആൻഡ് ബോർഡറിൽ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓരോ ചെക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇവിടെയാണ് ബോർഡറിലും ലൈൻസ് വരുന്നത്. ആൻഡ് എല്ലാത്തിൻ്റെ ലെങ്ത്തും എനിക്ക് ഓക്കെ കേട്ടോ. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്ത് എനിക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റാണ്. അടുത്തത് ഈ ഒരു സാരി കേട്ടോ. ഇങ്ങനെ മൊത്തം സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഇവിടെ ഒരു സ്ട്രൈപ്സ് ആണ്. ഏറ്റവും അടിയിൽ 2 സ്ട്രൈപ്സ് വരുന്നുണ്ട്. ഒരു ചെക്ക് പോലെയാണ് അടിയിൽ. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ആട്ടോ. വിത്ത് ബ്ലൗസ് ആണ്. സെയിം ഡിസൈൻ ആട്ടോ ബ്ലൗസിനും വരുന്നത്. ഈ ഒരു സാരിക്ക് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് അയൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അയൺ ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ലൈൻസിൻ്റെ ഇടയ്ക്കും ഈ ഒരു ചെക്കിൻ്റെ ഒക്കെ ഇടയ്ക്കും ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ചെറുതായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് അയൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അധികം ചുളുങ്ങാണ്ട് നോക്കണം കേട്ടോ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ബോർഡറിലാണെങ്കിൽ ലൈൻസ് ആട്ടോ വരുന്നത്. താഴത്തെ ബോർഡറിലും ലൈൻസ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1320 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സാരി കേട്ടോ. സിൽവർ ബോർഡർ വരുന്ന സാരിയാണ്. വോവൺ ഡിസൈൻസ് ആണ് വരുന്നത്.
ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ഉണ്ട്. വേറെ ഡിസൈൻസിലുള്ളതും അവൈലബിൾ ആട്ടോ, വേറെ ലിങ്കിലാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ആട്ടോ. കുറച്ച് റഫാണ്. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആവുമെന്ന് അറിയത്തില്ല. അതൊന്നും വാഷ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അതിന് കുറച്ച് തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, ജസ്റ്റ് ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 954 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സാരി ആട്ടോ. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുള്ള കോട്ടൺ സിൽക്കാണ്. അറ്റത്താണെങ്കിൽ ടാസൽസ് വരുന്നുണ്ട്. പിന്നെ കുറേ ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ ബോർഡർ ആണെങ്കിൽ ഒരു സൈഡിൽ ചെറിയ ബോർഡർ ആൻഡ് അടിയിലാണെങ്കിൽ വലിയ ബോർഡർ ആട്ടോ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന വലിയ ബോർഡർ. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടെ ആട്ടോ. ആൻഡ് ഇതാണ് ബ്ലൗസ് പീസ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് 1673 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന സാരിയാണ്. പല്ലു പാർട്ടിൽ ഇങ്ങനെ വലിയൊരു ഗ്രീൻ ബോർഡർ ഉണ്ട്. അറ്റത്ത് ടാസൽസ് ഉണ്ട്. ആൻഡ് ഇതാട്ടോ ബ്ലൗസ് പീസ്. പ്ലെയിൻ ആണ്, ജസ്റ്റ് ബോർഡർ മാത്രമുള്ള. ഇത് കുറച്ചൊരു സിമ്പിൾ സാരിയാണ്. ഗ്രീൻ കളർ ബ്ലൗസൊക്കെ മേടിച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇത് ഗ്രീൻ ആണ്. പിന്നെ വേറെ കളർ ചേഞ്ചസ് വേറെ ലിങ്കിലാട്ടോ. അപ്പോൾ ആ ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിൽ ഒരു സാരി ഹോൾ ചെയ്യുന്നത്, മീൻസ് ലോങ് വീഡിയോ ആയിട്ട്. ഷോർട്ട് വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. ലോങ് ഫോർമാറ്റിൽ ആദ്യമായിട്ടോ ഒരു സാരി ഹോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം, ഇനി ഈ സാരി ഹോൾസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.